പിന്നെ നമ്മൾ നേരെ TLC എന്ന് പറഞ്ഞൊരു ഒരു ട്രേഡ് മാർക്കിംഗ് ഉണ്ട്, നെറ്റ്വർക്കിംഗ്, അതിലേക്ക് കയറി. അതിൻ്റെ ഒരു മറ്റേ ഒരു എന്താ പറയുക, ഒരു പോളിസിയാണ് അതിൻ്റെ പ്രൊഡക്റ്റ്. അത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നെറ്റ്വർക്കിങ്ങിലേക്ക് എടുക്കുക, ആളുകളിങ്ങനെ ചെയിനായി കൊണ്ടുപോകുക. നല്ല കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കത് ഒരുപാട് പേരെ അതിൽ ചേർത്തു, കാര്യങ്ങൾ നല്ല നിലയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ പിന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറവിനെക്കുറിച്ച് ഞാനും നാട്ടുകാരും എന്നെ കൂടിയ ആളുകളൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അതോടുകൂടി വളരെ മോശപ്പെട്ടൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിരുന്നു അത്. അതുകൊണ്ട് അതും അടിപ്പെട്ടു പോയി. അങ്ങനെ പിന്നെ നമുക്ക് അപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി വരും. ഓരോ സംഭവം കഴിയുമ്പോഴും ഇതിൻ്റെ കുറച്ച് ക്യാഷൊക്കെ ഞാൻ കൊടുക്കേണ്ടി വന്നു. ഇങ്ങനത്തെ ഈ പോളിസി കൂടിയ ആളുകളുടെയൊക്കെ ചില ആളുകളൊക്കെ നമ്മൾ കരുതി കൂട്ടി ചെയ്താണെന്നുള്ള കാഴ്ചപ്പാടിലൊക്കെ കുറേ ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു, തെറ്റിദ്ധരിക്കപ്പെട്ടു. അങ്ങനെ ക്യാഷ് തിരിച്ചു കൊടുത്താൽ ഇതൊക്കെ ബാധ്യതേൻ്റെ മുകളിൽ ബാധ്യത കയറിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നമുക്ക് അപ്പോഴേക്കും പലിശ വരാൻ തുടങ്ങി. നമ്മൾ പലിശയൊക്കെ എടുത്തു കൊടുത്തു. കാരണം ഒരാളുടെ പൈസ കൊടുക്കണം, നമുക്ക് വേറെ പെട്ടെന്ന് ആൾക്കാർ ചോദിച്ചാൽ തരില്ല. ആ പലിശയൊക്കെ എടുത്തു കൊടുത്തു. ഈ പലിശ കൊടുക്കണമെങ്കിൽ നമുക്ക് ആകെ പെട്ടു തുടങ്ങി. അപ്പോൾ വീട്ടിലേക്കൊക്കെ അന്വേഷണം ചെയ്യുന്ന ആകെ പ്രശ്നമാണ്. അച്ഛനൊന്നും അങ്ങനത്തെ ടൈപ്പേ അല്ല, അങ്ങനത്തെ ഒരു ഉള്ള പൈസയും കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ്, കൃഷിക്കാരല്ലേ. അതിൽ ഞാൻ നേരെ KCBയിൽ ജ്യേഷ്ഠൻ KCB കയറിയപ്പോഴേക്കും ഈ ആർട്ടിസ്റ്റ് പറഞ്ഞ ജ്യേഷ്ഠൻ KCB ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ KCBയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ടച്ചിങ്ങിൻ്റെ വർക്കുണ്ട്. നമ്മൾ ഈ ലൈനിലേക്കൊക്കെ വരുന്ന മരങ്ങളുടെ ചില്ലകളൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടി, അത് ആർക്ക് ചെയ്താലും മുതലാവില്ല. കാരണം ഈ പോസ്റ്റിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർമാർ ഒഴിവാക്കുന്ന പണിയാണ്. കാരണം അവർക്ക് കഷ്ടപ്പാട് കൂടുതലും സാമ്പത്തികം കുറവാണ്. അതുകൊണ്ട് റിസ്ക്കാണ്. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ 2-3 ജോലിക്കാരെ കൂട്ടിയിട്ട് അതിലേക്ക് വലിയ തോട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ പുറത്തൊരാളുണ്ട് കേട്ടോ. കാരണം നമ്മൾ വലിയ സ്വപ്നങ്ങളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ്. കാരണം നമ്മൾ അവരെ വീട്ടുകാരോടും അവരോടൊക്കെ പറഞ്ഞിരിക്കണം ഗൾഫിലേക്ക് പോകും, വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നത്. ഞാൻ രാവിലെ 6 മണിക്ക് നേരെ, അന്ന് കർക്കിടക മാസമാണ്, മഴ നല്ല കോരിച്ചിരുന്ന സമയം. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഗൾഫിലേക്ക് തിരിച്ചു പോകാത്തെന്നുള്ള കാര്യങ്ങളൊന്നും കുടുംബത്തിന് അറിയിച്ചു. അവരോട് പറഞ്ഞു. കാരണം ഇങ്ങനത്തെ നിവൃത്തികേട് കൊണ്ട്, കാരണം നോയിൻട്രി അടിച്ചല്ലോ, പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഞാൻ മഴയത്തേക്ക് ഇറങ്ങും. രാവിലെ സംഭവം ഒരു 6-6:30 ആകുമ്പോഴേക്കും മഴയത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ആഞ്ഞ് വെട്ടും. നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ഒരു 7 മണി ഇരുട്ടാവുന്ന സമയത്ത് കയറി വരും. അങ്ങനെ ചെയ്ത് പലിശയ്ക്കുള്ള പൈസ കൊടുത്തു. പക്ഷെ അപ്പോഴൊന്നും ഇവർക്ക് അറിയില്ല എൻ്റെ അവസ്ഥ. എൻ്റെ വൈഫിന് പോലോ എൻ്റെ അമ്മയ്ക്കോ ആർക്കും അറിയില്ല ഇതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ചെയ്തൊരു 6 മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സമയം കഴിയും. കാരണം ഇത് ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത സീസണാണ്. ആ സീസൺ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും വെട്ടി കഴിയും അത്. അങ്ങനെ അത് വെട്ടിക്കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും വീണ്ടും ബാധ്യതയായി. നമ്മൾ പലിശ മാത്രമേ കൊടുക്കണുള്ളൂ, നമ്മൾ പണം അവിടെ കിടക്കല്ലേ. എനിക്ക് ചെറിയ ജോബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലിശേൻ്റെ താഴത്തെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ വീണ്ടും കടത്തിലേക്ക് ചെല്ലും. അപ്പോൾ ഞാനൊരു എളുപ്പപ്പണി കണ്ടു. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്കും വന്നു. അങ്ങനെ അതിലേക്ക് നമ്മൾ നാട്ടുകാരുടെയൊക്കെ പൈസ മേടിച്ചിട്ട് കുറേ ആളുകൾ, എൻ്റെ റിലേറ്റീവ്സിൻ്റെ, എനിക്ക് അറിയുന്ന ആളുകളിൽ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൽ കൊണ്ടിട്ട് നിക്ഷേപിച്ചു. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് നിക്ഷേപിക്കുന്നേ കാണുള്ളൂ. അതിങ്ങനെ കൊഴിഞ്ഞു പോയി. 6 മാസമായപ്പോഴേക്കും ഫുള്ളായിട്ട് ഏകദേശം വലിയൊരു കടബാധ്യതയിലേക്ക് എത്തി. ഫുള്ള് പോയി. ഇട്ട പൈസ ഫുള്ള് പോയി പറഞ്ഞാൽ അതിനോ കുറച്ച് പോകുമ്പോഴേക്കും നമ്മൾ അതിനെ ഓർക്കം ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് മേടിക്കും, അതും പോവും. അതിനെ ഫോളോ ലെവലാക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും. പിന്നെ നമുക്ക് ഇന്ന് ഇറങ്ങി പോകാനും പറ്റില്ല. കാരണം നമുക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ ഇവന് ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ കടം ബാധ്യതയുള്ളതൊന്നും. അങ്ങനെ അതൊന്നും ലാസ്റ്റ് നിർത്തേണ്ടി വന്നു. നിർത്തിയപ്പോൾ വീണ്ടും ഞാൻ ഒരു പണിയില്ലാത്ത രീതിയിലായപ്പോൾ നേരെ ഒരു ഡാറ്റ എൻട്രീൻ്റെ ഷെയർ മാർക്കറ്റിൽ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഡാറ്റ എൻട്രിയുടെ, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കുറച്ച് അറിയാം. കോഴിക്കോട് വെച്ചിട്ട് ഡാറ്റ എൻട്രിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതൊരു 5-6 മാസമായപ്പോഴേക്കും അത് ഫസ്റ്റൊക്കെ ഫണ്ട് കറക്റ്റായിരുന്നു, പല രാജ്യങ്ങളുടെയും ചെയ്തിരുന്നു, ഫണ്ടൊക്കെ കറക്റ്റായിരുന്നു. ലാസ്റ്റ് ഒരു 2 ഫണ്ട് പാസ്സായില്ല, വലിയ ഹ്യൂജ് ഫണ്ടായിരുന്നു, അത് പാസ്സായില്ല, അതും ഫ്ലോപ്പായി. അപ്പോൾ അത് ഫ്ലോപ്പായിട്ടാണ് നമ്മൾ ട്വിസ്റ്റിലേക്ക് വരുന്നത്. ആ ട്വിസ്റ്റിന് മുമ്പ് നമുക്ക് ഈ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈഫിൻ്റെ അനിയത്തിക്ക് ഒരു കല്യാണം ശരി എടപ്പാൾ ഭാഗത്തുനിന്ന്. അപ്പോൾ ശരിയായ സമയത്ത് നമ്മൾ സാധാരണ ചെക്കൻ്റെ വീട് കാണാൻ പോകുമല്ലോ, ഏത് തരത്തിലാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ പോകും. അവർക്ക് നമ്മളെ വീടും കാര്യങ്ങളും കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പോയ സമയത്ത് നമ്മളൊരു മീഡിയം വീടൊക്കെ പ്രതീക്ഷ, പക്ഷേ വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട്, നല്ല കാറ്, വലിയ സെറ്റപ്പിലുള്ള വീട്. അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അറിയാൻ നടക്കില്ല എന്നുള്ളത്. എന്നാലും കയറിയിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർക്ക് പപ്പടത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചിന്താഗതിനെ മാറി. കാരണം എനിക്ക് അത്രയും കാലം ഈ പപ്പടം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ചായച്ച് കെട്ടിയ സ്ഥലത്ത് വളരെ ഒരു
കുലത്തൊഴിലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് മനസ്സിലായിരുന്നത്. അതിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിലൊരു വ്യവസായം, ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. എനിക്ക് ചെക്കൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ അച്ഛനോട് കല്യാണമൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റൊരു ചോദിക്കുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ഇവരോട് ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു. എന്താണ്, എങ്ങനെ പപ്പടത്തേക്ക് വന്നത്, എന്താണ് പപ്പടത്തിൻ്റെ കൂട്ട്, എന്താണ് സംഭവങ്ങൾ, അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അവർ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതെന്തായാലും നടക്കില്ല എനിക്ക് ഉറപ്പാണ്. കാരണം അത് അങ്ങനത്തെ രീതിയിലാണ് രണ്ടും ഉള്ളത്. ഞങ്ങളൊരു മീഡിയം ഫാമിലിയാണ് അന്ന്. അവർ ഹൈ ഫാമിലിയാണ്. പിന്നെ നമുക്ക് അവർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരോട്. അപ്പോൾ കമ്പനി കാണിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊന്ന് നേരെ നമ്മൾ വീണ്ടും ഡാറ്റ എൻട്രിക്കാണ്. ഞാൻ പറഞ്ഞു 2 മാസം മുമ്പാണത്. ഡാറ്റ എൻട്രി കുഴപ്പമില്ല, അങ്ങനെ നടക്കുമായിരുന്നു. അതിൽ വീണ്ടും കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഡാറ്റ എൻട്രി പൊട്ടി. ആ പൊട്ടിയ സമയത്ത് ഞങ്ങളിങ്ങനെ ഫീലിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, തലയ്ക്ക് മീതെ കടങ്ങളുടെ പെരുമഴയാണ്. നാട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല. നമ്മൾ ഒന്നുമല്ലാതെ അവിടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീട്ടിലേക്ക് വരും, ആകെ പ്രശ്നമാവും. അതിലിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് അദ്ദേഹത്തിനും അതേപോലത്തെ ഏകദേശം ആ ഒരു റേഞ്ച് അവസ്ഥ തന്നെയാണ്. രണ്ടാളും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ നമുക്ക്, ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ കളിയാക്കരുത്. കാരണം അവർ അന്നത്തെ മൈൻഡ് വേറൊരു ഇതാണ്. എല്ലാവരും നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ പപ്പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടിയാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമുക്കൊരു മോശപ്പെട്ടതല്ല, ഒരു ഫുഡായിട്ടാണ്. പക്ഷേ ഒരു കുറഞ്ഞതാവുന്ന അദ്ദേഹം കരുതുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞു കളിയാക്കും ചെയ്യരുത്, ഞാൻ പരിപാടി പറയാം. അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ വൈഫിൻ്റെ അനിയത്തിക്ക് കല്യാണം ശരിയാക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു പപ്പടത്തിൻ്റെ പരിപാടി ഉണ്ടോ, വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കാമെന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു അതിനെന്താ പ്രവീണ, നമുക്ക് നോക്കി നോക്കാം, അതിനെന്താ പ്രശ്നം, നമുക്ക് നോക്കി നോക്കാറുണ്ട്. അത് എൻ്റെ മരുമകനുണ്ടായിരുന്നു, പെങ്ങളെ കുട്ടി ജിജി എന്നിട്ട്, ഇത് അനുവർക്കാരനാളായിരുന്നു. അതിൽ അവർ രണ്ടുപേരും ഇവിടെ നേരെ കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ ഒരു സുഹൃത്തുണ്ട്, അവിടെ നമ്മൾ മിഷനും കാര്യങ്ങളൊക്കെ നോക്കി. സിമിൽ എന്ന് പറഞ്ഞ ആളുണ്ട് ഇവിടെ പിറവത്ത്, അദ്ദേഹത്തിൻ്റെ കമ്പനി പോയിട്ട് ഇതൊക്കെ എടുത്തു, മിഷനൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്ന് ഒരു റെൻറ്റിനായിരുന്നു അന്ന് ബിൽഡിങ്. നമ്മൾ ബിൽഡിങ്ങൊക്കെ എടുത്തിട്ട് വീടിൻ്റെ അടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. ഇവർ കോഴിക്കോടാണ് എൻ്റെ പാർട്ണറിൽ. എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്പനി റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എല്ലായിടത്തുനിന്ന് മുഴുവൻ കടം മേടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇനി വേറൊരു സംഭവം ബാക്കിയില്ല. അതിൽ തുടങ്ങി ഒരു ഫസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ. 2 മാസം കഴിയുമ്പോഴേക്കും ആകെ പ്രശ്നം വരാൻ തുടങ്ങി. കാരണം നമ്മളെ മിക്സും കാര്യങ്ങളൊന്നും ശരിയല്ല. കാരണം ഈ മാവും നമുക്കറിയില്ലല്ലോ, ഫീൽഡൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. പിന്നെ അവിടെ എടുക്കുന്ന പണിക്കാരെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ മൊത്തം പ്രശ്നമായിട്ട് ക്വാളിറ്റി സാധനം അങ്ങോട്ട് പോയ സാധനം തിരിച്ചിങ്ങനെ വരാൻ തുടങ്ങി. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിപണിക്ക്, ഒരു പുതിയ വിപണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഒരു പുറത്തേക്ക് മറ്റുള്ള പുതിയ ആളുകൾ വരുമ്പോൾ തള്ളാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് ഈ ഫീൽഡല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. അതും ഇത് ക്വാളിറ്റി പ്രശ്നവും ഈ തള്ളലൊക്കെ പാടെയപ്പോൾ എൻ്റെ പപ്പടം അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാരണങ്ങൾ ക്വാളിറ്റി പ്രശ്നമായിരുന്നു ഒന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എൻട്രി ചെയ്ത ടൈമല്ല, നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. രണ്ടാമത് നമ്മളെ ഈ പപ്പടം മറ്റുള്ള ആളുകൾ നമുക്ക് ചിലവഴിക്കാൻ ഇതുണ്ടാക്കില്ല. അവർ നമ്മളെ പപ്പടത്തിന് മുകളിൽ വേറെ അവരുടെ പപ്പടം കയറ്റി വെച്ചിട്ടൊക്കെ എക്സ്പയറി ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അങ്ങനെ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉണ്ട്, ഇതിലും നല്ല എല്ലാത്തിലും ഉണ്ട്. നമുക്ക് ആ ഒരു സംഭവം ഉള്ളതാണ്. ആ ഒരു കോമ്പറ്റീഷനാണ്.